വത്തിക്കാൻ അംഗീകൃത മാധ്യമ പ്രവർത്തകരുടെ അന്തർദേശീയ സംഘടനയിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പാപ്പ. കൂടിക്കാഴ്ചയിൽ അവരുടെ അർപ്പണബോധത്തെ പാപ്പ അഭിനന്ദിക്കുകയും അവർക്കുണ്ടാകുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കുകയും ചെയ്തു. വത്തിക്കാൻ്റെ അംഗീകാരമുള്ള മാധ്യമ പ്രവർത്തകരായ 150ഓളം പേരുമായാണ് ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. വത്തിക്കാനിസ്തി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അസോസിയേഷനിലെ പല അംഗങ്ങളും പാപ്പായുടെ അപ്പസ്തോലിക യാത്രകളിൽ പതിവായി അനുഗമിക്കുകയും പാപ്പായുടെ ഓരോ നീക്കവും വീക്ഷിക്കുകയും അവരുടെ ജീവിത ഉണർവിൻ്റെ ഭൂരിഭാഗവും അതിനായി ചെലവഴിക്കുകയും ചെയ്യുന്നതിനെ അനുസ്മരിച്ച പാപ്പ തന്നെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കുന്നതിനായി മാധ്യമപ്രവർത്തകർ അവരുടെ കുടുംബത്തിൽ നിന്നും മക്കളോടൊപ്പം കളിക്കുന്നതിൽ നിന്നും ഭർത്താക്കന്മാരുമായോ ഭാര്യമാരുമായോ സമയം ചെലവഴിക്കുന്നതിൽ നിന്നും അകലേണ്ടി വരുന്ന സന്ദർഭത്തിന് ക്ഷമ ചോദിക്കുന്നതായും അറിയിച്ചു. BJP ഭരിക്കുന്ന ഭാരതം ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 11ാം സ്ഥാനത്ത്. ആഗോളതലത്തിൽ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോഴ്സ് സംഘടന പുറത്തുവിട്ട 2024 വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ നിലപാട് തുടരുന്നവർ ഇന്ത്യക്കാർ ഹിന്ദുക്കളായിരിക്കണമെന്ന വാശിയാണ് പീഡനങ്ങൾക്ക് പ്രേരകമാകുന്നതെന്നും ഹിന്ദുമതത്തിന് പുറത്തുള്ള ഒരു വിശ്വാസവും ഇന്ത്യയിൽ സ്വാഗതം ചെയ്യപ്പെടുന്നില്ല എന്നും ഇത് ആക്രമണങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ വിശ്വാസം പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയോ കുറ്റം ചാർത്തുകയോ ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹെയ്ത്തിയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട സന്യാസിനിമാർക്ക് പകരമായി സ്വയം ബന്ദിയാകാൻ തയ്യാറായി ഹെയ്ത്തി ബിഷപ്പ് പിയറി ആന്ദ്രേ ഡുമാസ്. ജനുവരി 19 കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആനിലെ 6 സന്യാസിനിമാരെയാണ് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത്. ഹെയ്ത്തിയൻ കോൺഫറൻസ് ഓഫ് റിലീജിയസ് പ്രസിഡന്റ് ഫാദർ മൊറാച്ചൽ ബോൺഹോം തട്ടിക്കൊണ്ടുപോകൽ നടന്നതായി സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ബന്ദികളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് ബിഷപ്പ് ഡുമാസ് പ്രസ്താവനയിലൂടെ ആവർത്തിച്ചത്. ജനുവരി 19 ഒരു പ്രസ്താവനയിലൂടെ കുറ്റവാളികൾക്ക് താൻ ഇതിനകം ആ സന്ദേശം അയച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തങ്ങളുടെ ബിസിനസ് വിജയത്തിന് പിന്നിൽ ക്രിസ്തുവിശ്വാസവും ഏറ്റെടുത്ത സഹനങ്ങളുമാണെന്ന് പ്രമുഖ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ആൻഡി ആൻസ് ഉടമ ആൻ എഫ് ബൈലർ 1988 പെൻസിൽവാനിയയിൽ ഒരു ചെറിയ കടയായി ആരംഭിച്ച പ്രസ്ഥാനത്തിന് ഇന്ന് മാളുകളിലും എയർപോർട്ടുകളിലുമായി 1000-ലധികം ഫ്രാഞ്ചൈസികളുണ്ട്. തന്റെ മാതാപിതാക്കളാണ് തങ്ങളെ ദൈവമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുത്തിയതെന്നും സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കി തന്നത് അവരായിരുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ അനുസ്മരിച്ചു. ദേവാലയത്തിൽ പോകുന്നതും 3 നേരം ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്നതും തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള അടിസ്ഥാനമായിരുന്നു ഇതിലൂടെ മാതാപിതാക്കൾ ഒരുക്കി തന്നതെന്നും ആൻ പറയുന്നു. ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കാവിക്കൊടി നാട്ടിയ ഹിന്ദുത്വവാദികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മധ്യപ്രദേശിലെ ജാബുവ ജില്ലയിലാണ് 4 ക്രൈസ്തവ ആരാധനാ കേന്ദ്രങ്ങളുടെ മുകളിൽ കുരിശിനൊപ്പം കാവിക്കൊടി ഉയർത്തിയത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് കൊടി സ്ഥാപിക്കുന്നതെന്ന് അവകാശപ്പെട്ട ഹിന്ദുത്വവാദികൾ എതിർത്തുനിന്ന വിശ്വാസികളെ ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നു. ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തിയതിന്റെ 25ാം വാർഷികത്തിലാണ് അത്യന്തം വേദനാജനകമായ ഈ സംഭവം നടന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും കേസ് എടുക്കാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.